വലുതായിട്ട് ആൾക്കാരൊന്നും ഇല്ലല്ലോ. എന്തോ രഹസ്യമുണ്ട്, ആർക്കറിയാം. എന്താ സുനന്ദേ, എന്താ നിങ്ങൾ അടക്കത്തി പറഞ്ഞത്? എന്റെ സാരിയെ കുറിച്ചാണോ? അതല്ലേ ചേച്ചി, ഹേമേട്ടത്തി ചോദിക്കുമായിരുന്നു കല്യാണത്തിന് വലിയ ആളൊന്നും ഇല്ലല്ലോ എന്ന്. നമ്മൾ ആരും വിളിച്ചില്ലെന്നാ ചോദിക്കുന്നേ. ആ, അതെന്ത് വർത്താനാ ഹേമേ നീ പറയുന്നത്? എന്റെ ഒരേ ഒരു മോന്റെ കല്യാണം ഇത്. നമ്മുടെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും വലിപ്പത്തെക്കുറിച്ച് ഏറ്റവും അധികം അറിയാവുന്ന നീ തന്നെ ഇത് പറയണം. കല്യാണമൊക്കെ ഉത്രാട ഹാളിലല്ലേ, ഇവിടെ ഒരു ചടങ്ങ് മാത്രം. ഈ ക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്താന്ന് അവന്റെ അച്ചമ്മ നേർന്ന നേർച്ചയാ. അത് നടത്താതിരിക്കാൻ പറ്റുമോ? ഇനി നടത്താതിരുന്ന കല്യാണം കഴിഞ്ഞ് 4-ന്റെ അന്ന് അടിയിടിയൊക്കെ ആയാ നമ്മളോർക്കും ഈ വഴിപാട് നടത്താഞ്ഞിട്ടാന്ന്. എന്തായാലും ഒരു പരീക്ഷണം വേണ്ട. കല്യാണമല്ലേ, ആ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തിയിട്ട് ഹാളിലേക്ക് പോകാന്ന് വെച്ചു. അഷ്ടമംഗല്യ താലം കൊടുത്ത് പെൺകുട്ടിയെ വിളിക്കൂ. അതിനു മുമ്പ് ചെക്കനെ വിളിച്ച് ഇങ്ങോട്ടിരുത്തുക. മോനെ, അങ്ങോട്ടിരിക്കെ. ചേച്ചി എന്താ ചേച്ചി, വല്ല അനാഥാലയത്തിൽ നിന്നാണോ ചെറുക്കന് പെണ്ണിനെ നോക്കിയത്? ഇതിന്റെ കയ്യിലും കഴുത്തിലും ഒന്നും ഇല്ലല്ലോ. പെൺകുട്ടിയുടെ അച്ഛനാരാ? ഞാനാ. മണ്ഡപത്തിലേക്ക് കയറി നിൽക്കുക. വരട്ടെ. ഇതെന്താ ലക്ഷ്മണൻ പിള്ള ഇങ്ങനെ? പറഞ്ഞുറപ്പിച്ചതൊന്നും ഇതിന്റെ കയ്യിലും കഴുത്തിലൊന്നും കാണുന്നില്ലല്ലോ. പത്മാവതി അമ്മേ, കാര്യങ്ങളൊക്കെ വിനീതിനോട് സൂചിപ്പിച്ചിട്ടുള്ളതാ. കല്യാണത്തിന് കൃത്യം സ്വർണ്ണം എണ്ണി തിട്ടപ്പെടുത്തി 1 ഗ്രാം പോലും കുറയാതെ വാങ്ങിയതുമാണ്. പക്ഷെ കഷ്ടകാലമെന്ന് പറയട്ടെ, അത് നഷ്ടപ്പെട്ടു പോയി. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ സ്വർണം കണ്ടെത്തി തരാമെന്ന് പോലീസുകാർ ഏറ്റിട്ടുണ്ട്. അത് കിട്ടിയ ആ നിമിഷം ഞാനത് പത്മാവതി അമ്മയെ ഏൽപ്പിക്കാം. ഇതൊരുമാതിരി നാണം കേട്ട ഏർപ്പാടായി പോയല്ലോ ലക്ഷ്മണൻ പിള്ളേ. പറഞ്ഞുറപ്പിച്ച സ്വർണം ഇല്ലാതെ, യാതൊരു ഉളുപ്പും ഇല്ലാതെ പിന്നെ എന്തർത്ഥത്തിലാ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അത് പോട്ടെ, എങ്ങനെ ആരെ പറ്റിച്ചായാലും കല്യാണം നടന്നാ മതി എന്ന് കരുതി വന്നതായിരിക്കും. ഇവളുടെ പ്രായം അതല്ലേ. അതുപോലെയാണോ ലക്ഷ്മണൻ പിള്ളേ നിങ്ങള്? വിളിച്ചപ്പോ തന്നെ ചാടി ഓടി പെണ്ണിന്റെ കൈയും പിടിച്ചു കൊടുക്കാനായിട്ട് വന്നല്ലോ. ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് ഇവിടെ വന്നിട്ടാണെങ്കിലും തനിക്കൊന്നും പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ എന്റെ മകനെ ഇങ്ങനെ വേഷം കെട്ടി ഇവിടെ നിർത്തുമായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ മോള് വിളിച്ച് വിനീതിനോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഉറപ്പിലാ ഞങ്ങൾ വന്നത് തന്നെ. ആണോടാ? നീ ഞാൻ അറിയാതെ വല്ല ഉറപ്പും കൊടുത്തോ ഇവർക്ക്? ഏയ്, എനിക്ക് നമ്മ പറയുന്നത് കേൾക്കാനൊക്കൂ. ഇവരാരെങ്കിലും ഒക്കെ പറയുന്നത് ഞാനെന്തിനാ കേൾക്കുന്നേ? ഞാൻ പറയുന്നത് ഇവൻ കേൾക്കും. ഞാനേ ഇവനെ അങ്ങനെയാ വളർത്തിയിരിക്കുന്നത്.
ഇയാൾ അങ്ങ് കെട്ടിത്തുള്ളൂ. അയ്യോ, അവസാനം ഞാനും മോനും അകത്തായി പോകും. ലക്ഷ്മണൻ പിള്ളേ, നിങ്ങൾ പൊന്നുകൊണ്ട് തുലാഭാരം തൂക്കാന്ന് പറഞ്ഞാലും തന്റെ മോളെ എന്റെ മോന് വേണ്ട.